ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ ഒരു 1 kg വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ പലർക്കുമുള്ള പ്രശ്നങ്ങളാണ് കേക്ക് പൊന്തി വരുന്നില്ല, കട്ടിയായി പോകുന്നു, അതുപോലെ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ വേവുന്നില്ല എന്നൊക്കെ. ഇതിനെല്ലാമുള്ള ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ ഇതിനായി ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് മുട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുടയാണെങ്കിൽ 4 എണ്ണവും വലിയ മുടയാണെങ്കിൽ 3 എണ്ണമാണ് നമ്മൾ 1 kgക്ക് യൂസ് ചെയ്യേണ്ടത്. മുട ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. മുട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ബൗളിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി കേക്ക്, മാംഗോ കേക്ക്, പൈനാപ്പിൾ, വാൻജോ, ബട്ടർ സ്കോച്ച് തുടങ്ങിയ എല്ലാ കേക്കുകളും ഉണ്ടാക്കാൻ കഴിയും. ഓരോ ടൈപ്പ് കേക്കിനും അതത് ഫ്ലേവേഴ്സ് ആഡ് ചെയ്താൽ മതി. അത് ഞാൻ വീഡിയോയിൽ പിന്നീട് പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള മൈദ റെഡിയാക്കാം. അതിനായി 1 കപ്പ് മൈദ എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇടണം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പക്കാരാണ്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിപ്പോൾ പറയുന്ന അളവിൻ്റെ ഡബിളായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ ഒരു അളവിലാണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ കൂടുതലായാൽ ഒരു ചൊവ വരാനിടയുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിന് പകരം നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഗ്ലാസും നമുക്കിതിന് ഉപയോഗിക്കാം. ഇത് രണ്ടും ഏകദേശം ഒരേ അളവ് തന്നെയാണ് വരുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിന് നിങ്ങളൊരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മാറ്റി വെച്ച മുട എടുത്ത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനായി ബീറ്റർ ആദ്യം സ്പീഡ് 1-ലിടണം, പിന്നീട് 2-ൽ, പിന്നീട് 3-ൽ. ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത കപ്പിൻ്റെ 1/4 ഭാഗം, അഥവാ ഗ്ലാസ്സിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ 1/4 ഭാഗം പഞ്ചസാര എടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഒന്നുകൂടെ നന്നായി തോന്നിയിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാര ഉപയോഗിക്കുമ്പോഴാണ്. പഞ്ചസാര 2-3 ട്രിപ്പായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഫസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കണം. കുറേ പൊന്തിയതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടരുത്, പിന്നെ പഞ്ചസാര മെൽറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ 1-ലിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ 3 ട്രിപ്പ് പഞ്ചസാരയും ഇട്ട് ചെയ്യണം. അതായത് 1/4 കപ്പ് പഞ്ചസാര മുഴുവൻ ഇട്ട് ചെയ്യണം. പിന്നെ 2-ലും 3-ലും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നന്നായി അടി തട്ടിക്കൊണ്ട് തന്നെ പഞ്ചസാര നന്നായി മെൽറ്റ് ആവുന്ന രീതിയിൽ തന്നെ ബീറ്റ് ചെയ്യുക. മുകൾ ഭാഗം മാത്രം ബീറ്റ് ചെയ്താൽ അടിയിൽ പഞ്ചസാര അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇടാൻ ഉപയോഗിച്ചത് 1/2 കപ്പിൻ്റെ ഒരു പാത്രത്തിലാണ്. അതുകൊണ്ടാണ് 1/2 കപ്പും വീണ്ടും 1/2 കപ്പിൻ്റെ പകുതി 1/4 കപ്പും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. നിങ്ങൾ മൈദ എടുത്ത കപ്പിൽ തന്നെ 1/4 കപ്പ് ഇട്ടാൽ മതി. ഏകദേശം ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുട നന്നായി ബീറ്റായി വരും. ഈ ഒരു രീതിയിലാവുന്നത് വരയ്ക്കും ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയി കിട്ടണം. അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെ നമ്മൾ ഒഴിക്കുമ്പം അതിങ്ങനെ ഒരു റിബൺ ടൈപ്പിൽ നമുക്ക് കാണാൻ കഴിയണം. മുട ഇതുപോലെ നന്നായി പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ കേക്കും നന്നായി പൊങ്ങി വരുള്ളൂ. ഓരോ ബീറ്ററിൻ്റെയും സ്പീഡിനനുസരിച്ച് ചിലപ്പോൾ സമയം കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരയ്ക്കും ബീറ്റ് ചെയ്യണം. ഓക്കെ, മുട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇതിനായിട്ട് 180 ഡിഗ്രിയിൽ മുകളിലും താഴെയിലും കോയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നിങ്ങൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ അടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം, നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം. 1 kgൻ്റെ ടിന്ന് ഇറക്കി വെക്കാനായിട്ട് നമ്മുടെ ഒരു 10 ലിറ്ററിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് അതിലിറക്കി വെക്കാം. കാലി പാത്രം തന്നെ നല്ലവണ്ണം ചൂടാക്കിയിട്ട് സിമ്മിലിട്ടിട്ട് ചൂടാക്കണം. നമ്മൾ സിമ്മിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യാനും വെക്കേണ്ടത്. ഇത് പ്രീ ഹീറ്റായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ മൈദ മിക്സ് ചെയ്തെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട എടുത്തിട്ട് മൈദ അല്പം ഇട്ട് കൊടുക്കണം. ഈ ഒരു ടൈമിലാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. അതായത് ആദ്യം മൈദ ഇടുക, എന്നിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് തന്നെ ഫസ്റ്റ് മിക്സ് ചെയ്യണം. വളരെ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരു 3-4 ട്രിപ്പിൽ നമ്മൾ അവസാനിപ്പിക്കണം. 2 ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാറ്റർ തിക്കായിട്ട് തോന്നും. നമ്മൾ അടിച്ചത് നല്ല ഫ്ലഫി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തിക്നെസ് തോന്നുള്ളൂ. ലൂസായ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മൈദ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തോന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തത് നല്ല ഫ്ലഫി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മൈദ ഇട്ട് ഇളക്കുമ്പോൾ എന്തായാലും നമുക്കൊരു തിക്നെസ് തോന്നും. അപ്പോൾ ഇങ്ങനെ തോന്നുന്ന അവസരത്തിൽ ഒരു 1/4 കപ്പ് പാലോ അല്ലെങ്കിൽ വെള്ളമോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു ഭാഗത്ത് തന്നെ ഒന്നായിട്ട് ഒഴിക്കും ചെയ്യരുത്. ഒഴിക്കുന്നത് എല്ലാ ഭാഗങ്ങളിലുമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. മൈദ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ടൈറ്റ് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും പൊടിയിട്ട് വീണ്ടും ആ ടൈറ്റാലെ തന്നെ വീണ്ടും ഇളക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് കട്ടിയായി പോകുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം ഈ ബാറ്ററിലേക്ക് ഇതുപോലെ പൊടിയിട്ട് ഒഴിക്കുന്നു. പിന്നീട് ഇത് തിക്ക് തോന്നുമ്പോൾ അല്പം വെള്ളം അല്ലെങ്കിൽ പാല് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ വിസ്ക് കൊണ്ട് ഇതേപോലെ സ്ലോ ആയിട്ട് ഇളക്കുന്നു. വീണ്ടും പൊടി ഇടുന്നു, സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുന്നു. ഈ ഒരു ടൈപ്പിൽ ഒരു 3 or 4 ട്രിപ്പായിട്ട് നമ്മൾ ഈ പൊടി മുഴുവൻ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിയണം. ഓക്കെ, ഇനി നമുക്ക് ഈ വിസ്ക് മാറ്റി വെച്ചിട്ട് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് വേണം ഇത് ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതിനായിട്ട് സ്പാച്ചുല ഇതേപോലെ ചുറ്റും കറക്കിയിട്ട് നമ്മുടെ ബൗളിൻ്റെ ചുറ്റും ഇതുപോലെ വരണ്ടി സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ചുറ്റും പറ്റി പിടിച്ചിരിക്കുന്ന മൈദകളൊക്കെ കറക്റ്റ് ഈ ഒരു ബാറ്ററിൽ മിക്സ് ആവുകയുള്ളൂ. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യണം. നല്ലോണം അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് തന്നെ നമ്മളിതിങ്ങനെ ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം ചിലപ്പോൾ അടിയിൽ ഊറിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ നല്ലപോലെ തട്ടിയിട്ട് വേണം നമ്മളിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രോസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളവും പൊടിയൊക്കെ കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ്. അപ്പോൾ നിങ്ങൾക്ക് 8 ഇഞ്ചിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ പുരട്ടിയതിന് ശേഷം അതിൽ മൈദ വിതറിയിട്ട് വെച്ചതാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട. ബട്ടർ പേപ്പർ ഇല്ലാഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്പോഞ്ച് പറ്റി പിടിക്കാതെ നന്നായി കിട്ടും. ഇനി ഇവിടെ 7 ഇഞ്ചിൻ്റെ എടുത്തിരിക്കുന്നത് കുറച്ച് ഹൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉള്ളിൽ 4 ലെയറാക്കി ചെയ്യാനാണ്. നമുക്ക് സാധാ ടൈപ്പ് ഉള്ളിൽ 3 ലെയർ വരുന്ന കേക്കാണ് വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവനിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്കോ ഇറക്കി വെക്കാം. ഏകദേശം ഒരു 25-30 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഓവനിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അടുപ്പിലാണെങ്കിൽ നിങ്ങൾ 25 മിനിറ്റ് കഴിയാതെ ഇത് തുറന്ന് നോക്കരുത്. കാരണം എന്താ വെച്ചാൽ ആദ്യം തുറന്നു കഴിഞ്ഞാൽ നമ്മളിത് പൊന്തി നിൽക്കുന്ന കേക്കൊക്കെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. കേക്ക് കറക്റ്റ് റെഡി ആയിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ മറ്റോ യൂസ് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഒന്ന് ഉള്ളോട്ട് കുത്തി നോക്കിയാൽ മതി. ആ ടൈമിൽ ആ ടൂത്ത് പിക്കിൽ നമ്മുടെ ബാറ്ററിൻ്റെ അംശം കാണുന്നുണ്ടെങ്കിൽ, അതായത് പറ്റി പിടിച്ച പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 5-10 മിനിറ്റ് കൂടി പിന്നെയും വെക്കേണ്ടി വരും. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വാനില സ്പഞ്ച് 1 kgയുടെ വാനില സ്പഞ്ചാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്കിത് എങ്ങനെ മറ്റു കേക്കിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുട ബീറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നതിൻ്റെ കൂടെ 1/2 സ്പൂണ് സ്ട്രോബെറി കേക്ക് ആണെങ്കിൽ സ്ട്രോബെറി എസൻസ്, മാംഗോ കേക്ക് ആണെങ്കിൽ മാംഗോ എസൻസ്, അങ്ങനെ ഏതാണോ വേണ്ടത്, ബട്ടർ സ്കോച്ച് കേക്ക് ആണെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് എന്നത് 1/2 സ്പൂണ് ഒഴിക്കണം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് ഫ്ലേവറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫ്ലേവറിലായി കിട്ടും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.